ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ SCERTയിൽ 5ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഡയറിയാണ് കൊടുത്തേക്കുന്നത്. ഒക്ടോബർ 16 ഒരു ഡയറിയാണ്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയായിരുന്നു. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്നായിരിക്കും? ഒക്ടോബർ 16 ആയിരിക്കും അല്ലേ? അപ്പോൾ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ എന്തായിരുന്നു? ഭക്ഷ്യമേളയായിരുന്നു. എന്ത് രസമായിരുന്നെന്നോ? ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ? കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പയറുവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ എന്തോന്നോ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നെന്നോ? ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽപ്പുണ്ട്. ഒരു കുട്ടി എഴുതിയ ഡയറിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ഭക്ഷണ സമ്പാദനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. അപ്പോൾ മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ്. ആദിമകാലത്ത് ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റ് ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ആദിമ മനുഷ്യർ ആദ്യം എന്ത് തന്നെയായിരുന്നു? മൃഗങ്ങളെ പോലെ ആയിരുന്നു. അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊന്നും അവർക്ക് എന്ത് ചെയ്യില്ല, അറിവില്ലായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നുമില്ല, കുറച്ച് പിക്ചർ മാത്രമേ ഉള്ളൂ. വേറെ വലുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അതിൽ ഇല്ല. അടുത്തത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഒരു കോളം കാണാം, തീ ഉൽപ്പാദനവും നിയന്ത്രണവും. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിലുരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യർ കണ്ടുപിടിച്ചു. അപ്പം മനുഷ്യർ ആദ്യം തീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ കണ്ടുപിടിക്കുകയാണ്. പിന്നെ ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കണമെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് എന്ത് മനസ്സിലായി? ഉണക്കമരങ്ങൾ എന്ത് ചെയ്യണം? പാറയിൽ ഉരച്ചോ കല്ലുകൾ തമ്മിൽ കൂട്ടി ഇടിച്ചോ ഒക്കെ തീ ഉണ്ടാക്കണമെന്ന് അവർക്ക് മനസ്സിലായി. തൊട്ടടുത്തതിലോട്ട് വരുമ്പോഴത്തേക്കും ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കളൊക്കെ പച്ചയായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തീയെ നിയന്ത്രിച്ച് പരിശീലിച്ചതോടെ അവർ ഭക്ഷണങ്ങൾ അവർ വേവിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ്. അപ്പോൾ തീ കണ്ടുപിടിച്ചതാണ് മനുഷ്യരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി കാണുന്നത്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കും അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. അപ്പോൾ അവർക്ക് അതിന് മുന്നൊന്നും ഈ വേവിച്ച ഭക്ഷണത്തിനെ പറ്റി അവർക്ക് അറിയില്ല. ഈ കാട്ടുതീ വന്നതോടുകൂടി അതിൽ വെന്ത് മരിക്കുന്ന മൃഗങ്ങളില്ലേ, അവയുടെ മാംസമാണ് അവർക്ക് ആദ്യമായിട്ട് ഒരു വേവിച്ച ഭക്ഷണമായിട്ട് അവർ കഴിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ അവർ അതോടുകൂടി തീ ഉണ്ടാക്കാനും അവയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും അവരെന്ത് ചെയ്തു? പരിശീലിച്ചു. അതോടെ മാംസ്യവും മത്സ്യവും ഒക്കെ അവരെന്ത് ചെയ്തു? ചുട്ട് കഴിക്കാനായിട്ട് തുടങ്ങി. അതുമല്ല, അവർ മാംസ്യവും അല്ല, കാട്ടുകിഴങ്ങുകളും ഒക്കെ അവർ ചുട്ട് കഴിക്കാനായിട്ട് ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ഒക്കെ അവരെന്ത് ചെയ്തു? ചുട്ട് തിന്നാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ചുട്ട് തിന്നതോടുകൂടിയാണ് മനുഷ്യൻ എന്ത് ചെയ്തത്? ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇന്നത്തെ പോലെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സൗകര്യമൊന്നും അവർക്ക് അപ്പോഴും അറിയത്തില്ലായിരുന്നു. പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റ് മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അവിടെ നോക്കുമ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റ് മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത്? എന്തുകൊണ്ടാണ്? ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവർക്ക് ലഭ്യമായ ഭക്ഷണം കിട്ടാതെ ആയതോടെ.
അടുത്തെന്തായിരിക്കും റീസൺ? ജനസംഖ്യ വർധന ഉണ്ടായതോടെ. അപ്പോൾ ആളുകൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലായി എടുക്കേണ്ടി വരും. പിന്നെ എന്താണ്? പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. പരിസ്ഥിതിയിൽ എപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവർക്ക് അറിയില്ല. ആദിമ മനുഷ്യർ കാടിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് കാട്ടുതീ ഉണ്ടാകുന്നതെന്നോ ജലപ്രളയം ഉണ്ടാകുന്നതെന്നോ മഴ ഉണ്ടാകുന്നതെന്നോ അവർക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് നേരത്തെ തന്നെ ഭക്ഷണം ശേഖരിച്ച് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അടുത്തത് ഭക്ഷ്യ ഉൽപ്പാദനം. എങ്ങനെയാണ് അവർ ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? അവരുടെ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ മൃഗങ്ങളെ വളർത്തുവാനും അവരെന്ത് ചെയ്യും? ചെടികൾ ഉണ്ടാക്കുവാനും ചെടികളൊക്കെ വെച്ച് വളർത്തുവാനും ഒക്കെ അവരെന്ത് ചെയ്തു? തുടങ്ങി. അപ്പോൾ ആദിമ മനുഷ്യൻ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗമാണ് ആട്, ചെമ്മരിയാട് തുടങ്ങിയവയായിരുന്നു. അപ്പോൾ അവർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗം ഏതാണ്? ആട്, ചെമ്മരിയാട് ഇവയൊക്കെ ആയിരുന്നു. അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്ന നോക്കാം. മനുഷ്യനോട് ആദ്യം ഇണങ്ങിയത് ആരായിരുന്നു? ഏത് മൃഗമായിരുന്നു? ആദ്യം മനുഷ്യൻ ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗം നായയായിരുന്നു. അപ്പോൾ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യരാദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ ജീവി ഏതായിരുന്നു? നായയായിരുന്നു. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി അവരെന്ത് ചെയ്തു? നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നീട് കൃഷി വ്യാപകമായതോടെ അവർ മറ്റു മൃഗങ്ങളെയും എന്തിനു വേണ്ടി? ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടി അവർ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങുകയാണ്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയതുകൊണ്ടാണ് ആദിമ മനുഷ്യർ എന്ത് ചെയ്തത്? കൃഷിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങി. അപ്പോൾ ഇവർ ഈ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന വിത്തുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? പുതിയ സസ്യങ്ങൾ വളരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ വിത്തുകൾ നമ്മൾ വലിച്ചെറിയാതെ എവിടെയെങ്കിലും കുഴിച്ചിടുമ്പോൾ നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കിയതോടെ അവരെന്ത് ചെയ്തു? കൃഷിയിലോട്ട് തിരിയാനായിട്ട് അവർ തുടങ്ങി. പാറ പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകുമെന്നും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകുമെന്നാൽ ഈർപ്പമുള്ള മണ്ണിൽ ഇട്ടാൽ വിത്ത് മുളയ്ക്കുമെന്നും അതിനെ തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും ഒക്കെ അവർ എന്ത് ചെയ്തു? തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് അവർ കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യകാലം കൃഷി ചെയ്തിരുന്ന ഏതാണ്? ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയാണ്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് നദീതീരങ്ങളിലാണ്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായ ജലവും മണ്ണും ഒക്കെ പ്രധാനമായിട്ടും കിട്ടിയിരുന്നത് എവിടെ നിന്നാണ്? നദീതടങ്ങളിൽ നിന്നായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ നദീതടങ്ങളിലാണ് ആദ്യമായിട്ട് അവരുടെ കൃഷി ആരംഭിക്കുന്നത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യർ എന്ത് ചെയ്തു? കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ട് തുടങ്ങി. കാരണം അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായ ജലവും പിന്നെ വളക്കൂറുള്ള മണ്ണും ഒക്കെ നദീതടങ്ങളുടെ അടുത്താണെന്ന് അവരെന്ത് ചെയ്തു? മനസ്സിലാക്കി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ഈ നദീതടങ്ങളുടെ അടുത്ത് സ്ഥിരതാമസമാക്കാനുള്ള കാരണം? ഒന്ന്, കൃഷിയിടങ്ങൾ സംരക്ഷിക്കുവാൻ അവർക്കതിലൂടെ സാധിച്ചു. രണ്ടാമത്, ഭക്ഷണം തേടി അവർക്ക് എന്ത് ചെയ്തില്ല? വേറൊരിടവും അലയേണ്ടി വന്നില്ല. അതോടൊപ്പം തന്നെ ഈ നല്ല വളക്കൂറുള്ള മണ്ണും ആവശ്യത്തിൽ കൂടുതൽ വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത അവർക്ക് വർദ്ധിച്ചു. പിന്നെ കൂടുതൽ അവർക്ക് വിശ്രമ സമയം കിട്ടി. ഇങ്ങനെ അലഞ്ഞു തിരിയാതെ തന്നെ ഒരിടത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വിശ്രമിക്കാനുള്ള സമയവും കിട്ടിയിരുന്നു. അടുത്ത് നോക്കോ, ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെയാണ് സംഭരിച്ചിരുന്നതെന്നാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദിമ മനുഷ്യർക്ക് അന്നന്നത്തേക്കുള്ള ആവശ്യമായ ഭക്ഷണം മാത്രമാണ് അവരെന്ത് ചെയ്ത് ശേഖരിച്ചിരുന്നത്. കാരണം അവർക്ക് എങ്ങനെയാണ് ഇവ ശേഖരിച്ച് നാളത്തേക്ക് വെക്കേണ്ടതെന്ന് അവർക്ക് അറിവില്ലായിരുന്നു. എന്നാൽ കൃഷി പുരോഗമിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ സൂക്ഷിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ ബാക്കി വന്ന ഭക്ഷ്യവസ്തുക്കൾ അവർ ഏതൊക്കെ രീതിയിലായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാകുക? മൺപാത്രങ്ങളിൽ, പിന്നെ മൃഗത്തോല് കൊണ്ട് അവർ സഞ്ചികൾ നിർമ്മിച്ചിട്ടുണ്ടാവും. ഈറ കൊണ്ട് കുട്ടകളൊക്കെ അവരെന്ത് ചെയ്തു? നിർമ്മിച്ചു. അതിനകത്തൊക്കെയാണ് അവർ സൂക്ഷിച്ചിരുന്നത്. അടുത്ത നോക്കിക്കോളൂ, ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങളെന്ന് പറയുന്നത്. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങളൊക്കെയാണ് അവരെന്ത് ചെയ്തത്? സഹായിച്ചിരുന്നത്. അപ്പോൾ കമ്പ് കൊണ്ടും കല്ലുകൊണ്ടും കൊമ്പ് കൊണ്ടും എല്ല് കൊണ്ടും ഒക്കെയാണ് അവർ മണ്ണ് കിളച്ചും കുഴി കുത്തിയൊക്കെ വിത്തുകളൊക്കെ അതിനകത്ത് നട്ടിരുന്നത്. അപ്പോൾ ഈ ഉപകരണങ്ങളാണ് അവർ ആദ്യകാലങ്ങളിൽ എന്ത് ചെയ്തത്? ഉപയോഗിച്ചിരുന്നത്.
അടുത്ത് നോക്കിക്കോളൂ. വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ് മൺകട്ട. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, മൺകട്ട വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും? അലിഞ്ഞു പോകും. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളാക്കി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അപ്പോൾ മണ്ണ് കുഴച്ച് പാത്ര രൂപത്തിലാക്കിയിട്ട് അതിനെന്ത് ചെയ്യും? വെള്ളം ശേഖരിക്കാനും ചൂടാക്കാമെന്നും ഒക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ എന്ത് ചെയ്തത്? നിർമ്മിച്ചിരുന്നത്. പിന്നീട് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ എന്ത് ചെയ്തു? ആവശ്യമായിട്ട് വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കുന്നതിനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. അപ്പോൾ മൺപാത്രം നിർമ്മിക്കാനുള്ള ചക്രങ്ങളുടെ കണ്ടുപിടുത്തമായിരുന്നു മനുഷ്യൻ്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിട്ട് മാറിയത്. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചു സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കാം, എന്താണ് ധാന്യപ്പുര? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദിയുടെ തട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു ഏത്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിലാണ് അവരെന്ത് ചെയ്തത്? സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംരക്ഷിച്ച് വെക്കുന്നതിനായി ഭരണികൾ, പത്തായങ്ങളൊക്കെയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. അടുത്തതായിട്ട് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എങ്ങനെയാണ് നടത്തിയിരുന്നത്? ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാലത്ത് ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നതെന്നാണ് നോക്കുന്നത്. അധികം വന്ന ഭക്ഷണ വസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവർ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. അടുത്ത് നോക്കോ, ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു ഈ ഭക്ഷ്യവസ്തുക്കൾ അവർ കൈമാറിയിരുന്നത്? ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? സംഘകാല കൃതികളിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശത്തുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമായവ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ പോലെ പണം കൊടുത്ത് വാങ്ങുകയല്ല ചെയ്തിരുന്നത്. സാധനങ്ങൾ കൈമാറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്തിരുന്നു? സ്വീകരിച്ചിരുന്നു. കടൽ തീരത്ത് താമസിക്കുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇത്തര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവം കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറിയിരുന്നു. അടുത്തത് എന്താണ് കൈമാറ്റ സമ്പ്രദായം എന്ന് നോക്കാം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പണം കൊടുത്ത് സാധനം വാങ്ങുന്ന ആ ഒരു രീതി വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ കൈമാറുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിനെയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപപ്പെടുകയും ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിക്കുകയും ചെയ്തു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിലെത്തുകയും അവ ക്രമേണ എന്തായി മാറി? നഗരങ്ങളായി മാറുകയും ചെയ്തു. അടുത്തത് ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. അപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് മാത്രമായിട്ടല്ല ഒതുങ്ങി നിന്നത്. ദേശങ്ങൾ കടന്ന് ഈ കൈമാറ്റം എന്ത് ചെയ്തു? വ്യാപിച്ചു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ റോമക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരായിരുന്നു പ്രധാനമായും ഈ കൈമാറ്റം എന്ത് ചെയ്തത്? നിലനിന്നിരുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏതാണ്? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന വസ്തുവായിരുന്നു ഏത്? കുരുമുളക്. അപ്പോൾ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ കറുത്ത പൊന്ന് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതായിരുന്നു? കുരുമുളകായിരുന്നു.
നോക്കുക, ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ് ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യ വിദേശി പോർച്ചുഗീസുകാരനായിരുന്നു വാസ്കോഡ് ഗാമ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ ഇടയായ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടിയോളം ചരക്കുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പോർച്ചുഗീസിലോട്ട് തിരിച്ചു പോയപ്പോൾ കൊണ്ടുപോയതായിട്ടാണ് ചരിത്രരേഖകളൊക്കെ പറയുന്നത്. കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. അപ്പോൾ കച്ചവടം ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് പിന്നീട് ഈ ദൂരദേശങ്ങളിലൊക്കെ ഭക്ഷണ വസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് എന്ത് ചെയ്തത്, നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവസ്തുക്കളാണ് ഈ ചുവടെ കൊടുത്തിരിക്കുന്നതൊക്കെയാണ്: പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരിച്ചീനി, ഉരുളക്കിഴങ്ങ്. ഇവയൊക്കെ എന്താണ്, കൈമാറ്റ ഫലമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇവിടെ പേരയ്ക്കയുടെ ജന്മദേശം എന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുത്തിട്ടുണ്ട്. പേരയ്ക്കയുടെ ജന്മദേശം എവിടെയാണ്? മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ? പേരയ്ക്കയാണ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. വിറ്റാമിൻ എ, ബി, സി എന്നിവ അടങ്ങിയിട്ടുള്ളത് എന്തിലാണ്? പേരയ്ക്കയിലാണ്. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തുടരുന്നുണ്ട് അല്ലേ? കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ എന്ത് ചെയ്തു? തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചേറായിയിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അപ്പോൾ മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. എവിടെയാണ്? എറണാകുളത്തെ ചേറായിയിൽ വെച്ചാണ് മിശ്രഭോജനം നടത്തിയത്. മിശ്രഭോജനം എന്താണ്? 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചേറായിയിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എന്നാണ് 1917 മെയ് 29. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നതിനെതിരെ ഈ സമരം എന്ത് ചെയ്തു? നടത്തി. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നത്. ഒരു പോയിൻ്റാണ്, ഞാനത് അടയാളപ്പെടുത്താനായിട്ട് വിട്ടുപോയി. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ആരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെ എന്താണ്? അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നത്? കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ. അടുത്തൊരു കോളം കൊടുത്തിട്ടുണ്ട്, ബംഗാളിലെ ഭക്ഷ്യക്ഷാമം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും നിരവധി പേർ അതിലൂടെ എന്ത് ചെയ്തു? മരിക്കുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗ്ഗം എന്താണ്? കൃഷിയായിരുന്നു അല്ലേ? ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി എന്ത് ചെയ്തു? വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെടുകയും ചെയ്തു. അടുത്തതായിട്ട് സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. അപ്പോൾ എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാവില്ല. ചിലർ പാവപ്പെട്ടവരായിരിക്കും, ചിലർക്ക് പൈസ കൂടുതലുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ സമ്പത്തിൽ വരുന്ന ഒരു അസമത്വമുണ്ട്, തുല്യതയില്ലായ്മ. അത് പട്ടിണിയുടെ മറ്റൊരു കാരണമാണ്. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. എന്നാൽ ചിലർ യഥേഷ്ട ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർ എന്ത് ചെയ്യും? പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് നോട്ട് ചെയ്തേക്കണേ.
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് എന്താണ് കുടുംബശ്രീ മിഷൻ. ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേരള സർക്കാർ രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് എന്താണ് കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്തോളണം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഒരു ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതാം. അടുത്തത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 2013. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുക ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പോൾ ഈ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അടുത്ത എന്താണ്? ഭക്ഷണവും ആരോഗ്യവും. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് അടിസ്ഥാനമായ ആവശ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിന് ഭക്ഷണം എന്താണ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികമായ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം മൂലം നമുക്ക് എന്താണ് രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിക്കുന്ന എന്നാണ് 2023. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുത്തു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ പ്രചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. അതായത് പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യങ്ങളാണ് എന്തോന്ന് പറയുന്നത്? ചെറുധാന്യങ്ങളെന്ന് പറയുന്നത്. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പം ജോവർ, റാഗി, വരക്, തിന എന്നിവയാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. അപ്പോൾ ഇന്നിതാണ് ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് മറ്റൊരു ക്ലാസ്സുമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. തുടർന്നുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.